ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവതിനായി തന്നതിലുന്നതമാ കൃപയ്ക്കാതി വന്ദനം ചെയ്തിടുന്നേ. തന്നതിലുന്നതമാ ചെയ്തിടുന്നേ. വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിലാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവാ. ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവതിനായി ഇന്നു നിൻ സന്നിധിയിൽ ആർക്കു വന്നു ചേരുവതിനായി തന്നതിലുന്നതമാ കൃപയ്ക്കാതി വന്ദനം ചെയ്തിടുന്നേ. വന്നതിലുന്നതമാ കൃപയ്ക്കാതി വന്ദനം ചെയ്തിടുന്നേ. ചേർന്ന് പാടാമോ? വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവാ. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴും കൈക്കരുൾക. ഇത്ര മഹത്വമുള്ള പാത്രതയേതുമില്ല എത്ര വിചിത്രമാകൂ. അതുറപ്പോടെ പാടിയ പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകൂ. അതുകൊണ്ട് ചേർന്ന് വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനമേശുപരാ വന്ദനം ചെയ്യുന്നു നിന്നടിയാക്കി നാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാക്കി നാമത്തിനാദരവാ. ചേർന്ന് പാടാവോ? നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകെ ആരുള്ളു ജീവനാഥ. നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകെ ആരുള്ളു ജീവനാഥ.
ഈകത്തിൽ മറ്റാരുമില്ല ആശ്രയിപ്പാൻ വരനേ. വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാതീർ നാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാതീർ നാമത്തിനാദരവാ. വായ്കൾ തുറന്ന് പറഞ്ഞേ. നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകെ ആരുള്ളു ജീവനാഥ. നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകെ ആരുള്ളു ജീവനാഥ. നീയൊഴികെ ഈകത്തിൽ മറ്റാരുമില്ല ആശ്രയിപ്പാൻ പരനേ. നീയൊഴികെ ഈകത്തിൽ മറ്റാരുമില്ല ആശ്രയിപ്പാൻ പരനേ. ചേർന്ന് പാടിയാട്ടെ. വന്ദനമേശുപരാ. ശബ്ദമുയർത്തി പാടിയാതെ, എല്ലാവരും ശബ്ദമുയർത്തി പാടിയാതെ. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പുതിയ തുടക്കത്തിൻ്റെ ദിവസം. ആമേൻ. നമ്മുടെ ഒരു സ്വപ്നത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ദിവസം ഇന്ന്. ഹല്ലേലൂയ. നമ്മുടെ ഒരു സ്വപ്നത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ദിവസമായത്. ആമേൻ. ഒരു സ്വപ്നം നിൻ്റെ മേൽ തരുമ്പോൾ അതിനുവേണ്ടി സ്വർഗം സകലതും ഒരുക്കി വെച്ചിരിക്കുന്നു. ആമേൻ. നിൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹത്തെ ദൈവം തരുമ്പോൾ ആഗ്രഹത്തിന് വേണ്ടി സകലത്തെയും ഒരുക്കി വെച്ചിരിക്കുന്നു. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് മതമില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ആരാധിക്കുന്ന ദൈവം മതം ഉണ്ടാക്കിയിട്ടില്ല. ഹല്ലേലൂയ. അവനൊരു മതത്തിൻ്റെയും വക്താവല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അവൻ്റെ മതം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഹല്ലേലൂയ. എന്താണ്? അവൻ്റെ മതം ഒന്നേ ഉള്ളൂ, സ്നേഹമാണ്. സ്നേഹം എന്ന മതത്തിലൂടെ അവൻ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. അതാരുടെ സ്നേഹമായിരുന്നെന്നറിയാമോ? അതാരുടെ സ്നേഹമായിരുന്നു? ആമേൻ. ആദാമിലൂടെ ലോകത്തിലേക്ക് പാപം വന്നെങ്കിൽ ആമേൻ യേശുവിലൂടെ ദൈവത്തിൻ്റെ കൃപയും സത്യവും ഭൂമിയിലേക്ക് വന്നു. ആമേൻ. ഹല്ലേലൂയ. എന്താണ്? ആദാമിലൂടെ ലോകത്തിലേക്ക് പാപം വന്നെങ്കിൽ യേശുവിലൂടെ അതിൻ്റെ പരിഹാരം വന്നു. ആമേൻ. നമ്മുടെ എല്ലാവരും ഒരു ചോദ്യമാണ് മനസ്സിൽ, അല്ലെങ്കിൽ പലരുടെയും ചോദ്യമാണ് മനസ്സിൽ, എന്തുകൊണ്ട് ഞാൻ യേശുവിനെ ആരാധിക്കണം? എന്തിനു വേണ്ടി ഞാൻ യേശുവിനെ ആരാധിക്കണം? ആമേൻ. ഹല്ലേലൂയ. എന്തിനു വേണ്ടി ഞാൻ യേശുവിനെ ആരാധിക്കണം? എന്തുകൊണ്ട് ഞാൻ യേശുവിനെ ആരാധിക്കണം? ആമേൻ. അതിന്ന് നമുക്ക് വെളിപ്പെടുത്താൻ പോകുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. തൃത്വത്തിൽ മൂന്നാമനായവൻ. ആമേൻ. യേശുവിനെ വെളിപ്പെടുത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ യേശുവിനെ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ യേശു വെളിപ്പെട്ട് വരും. ആമേൻ. യേശുവിൻ്റെ സ്വഭാവം വെളിപ്പെട്ട് വരും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ അവൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഞാൻ എന്തുകൊണ്ട് യേശുവിനെ ആരാധിക്കണം? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യമാണോ ഇത്? ഇങ്ങനെ ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൈ ഉയർത്താമോ? ഞാൻ എപ്പോഴെങ്കിലും, ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴായിരിക്കത്തില്ല, എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തിയാട്ടെ. എൻ്റെ മനസ്സിൽ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് യേശുവിനെ ആരാധിക്കണം? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണതേ മക്കളെ, ആദിയിൽ വചനമുണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ആദിയിൽ വചനമുണ്ടായിരുന്നു. എന്താദിയിൽ? ലോകത്തിൻ്റെ ആദ്യം മുതലേ എന്തുണ്ടായിരുന്നു? വചനമുണ്ടായിരുന്നു. രണ്ടാമത്തെ വാക്ക് കേൾക്കണേ. വചനം പിതാവായ ദൈവത്തോട് കൂടെയായിരുന്നു. ആമേൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം പിതാവായ ദൈവത്തോട് കൂടെയായിരുന്നു. ആമേൻ. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വചനം ദൈവമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. വചനമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുന്നത് എന്തുവാ? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. വചനമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി, നമ്മൾ ഈ ബൈബിളിനകത്ത് വായിക്കുന്ന വാക്യങ്ങളാണ് വചനമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിനകത്തേക്ക് കയറി വരുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. എന്ന് വച്ചാൽ നമ്മൾ ഓരോരുത്തരും ഈ ബൈബിളിലെ വാക്യങ്ങളെ വായിക്കുമ്പോൾ, ആമേൻ, ഓരോ നിമിഷവും നമ്മൾ ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ ഓരോ നിമിഷവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നസ്രനായ യേശുവിനെയാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്താ പറയുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ, ആമേൻ, ഹല്ലേലൂയ, അടുത്ത വാക്ക് പറയുന്നു, അവൻ 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 ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. ആരെ പറ്റിയാണ് പറയുന്നേ? ദൈവത്തോട് കൂടെ ആയിരുന്നവൻ ആരാണ്? ആമേൻ. യേശു, വചനമായ യേശു. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഈ വാക്യങ്ങളും വേദപുസ്തകവും എല്ലാം വായിക്കുമ്പോൾ എന്താ തെളിഞ്ഞു വരുന്നേ? തെളിഞ്ഞു വരുന്നത് യേശുവാണ്. ഹല്ലേലൂയ. തെളിഞ്ഞു വരുന്നത് യേശുവാണ്. ആമേൻ. നിന്റെ ഹൃദയത്തിനകത്തേക്ക് പകരപ്പെടുന്നത് യേശുവാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ സാക്ഷാൽ ദൈവം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. ഇന്നു പകൽ ഇത് വായിക്കുന്ന ഓരോ നിമിഷവും, ആമേൻ, പകരപ്പെടുന്നത് ദൈവത്തിൻ്റെ, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിൽ നിന്ന് ചിലത് നിന്നിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? ഓരോ നിമിഷവും ഇതിനെ വായിക്കുന്ന സമയങ്ങളിലും അതാ നീ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ. മറഞ്ഞിരിക്കുന്ന ചില മർമ്മങ്ങളുണ്ട്. ഹല്ലേലൂയ. മറഞ്ഞിരിക്കുന്ന ചില വെളിപ്പാടുകളുണ്ട്. അതാ മർമ്മം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നസ്രനായ യേശുവാണ്. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ആരാധ്യ പുരുഷനായ അത് നസ്രനായ യേശു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. വചനം വായിക്കുന്നതിനകത്തൂടെ തെളിഞ്ഞു വരുന്നത് യേശുവിനെയാ. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിന്റെ ഉള്ളിരിക്കുന്നു. എനിക്കെന്താ വേണം? എന്നാൽ നിന്റെ അടുത്തൊരു പിശാചിരി വേണമെന്ന് പറഞ്ഞാൽ നീ തുള്ളിച്ചാടും. പിശാചിനെ പൊട്ടിച്ചേ എടുത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഒരു ശൈലി ഇങ്ങനെ ആയിപ്പോയി. എന്താണ്? ഹല്ലേലൂയ. ഇപ്പം നിന്റെ ചുറ്റും വാദിച്ചു നിൽക്കുന്ന പിശാച്
എന്ന് പറയുമ്പോൾ നമുക്കൊരു ആവേശമാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. സിസ്റ്റർ, എന്നെ 1-ാമത്തെ വാക്യം തൊട്ട് വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. മതി. ഹല്ലേലൂയ. ആദിയിൽ അവനുണ്ടായിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായി. അവനെ കൂടാതെ ഒന്നും ഉളവായില്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അവനിൽ എന്തുണ്ടായിരുന്നു? അവനിൽ ജീവനുണ്ടായിരുന്നു. ആമേൻ. എന്തുണ്ടായിരുന്നു? ജീവനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ജീവനെ കൊടുക്കാൻ ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തിക്ക് അധികാരമില്ല, അവകാശമില്ല. കാരണം ജീവന്റെ ഉറവിടം അത് ക്രിസ്തുവാ. ആമേൻ, ഹല്ലേലൂയ. ജീവന്റെ ഉറവിടം അത് ക്രിസ്തുവായതുകൊണ്ട്, ഹല്ലേലൂയ, ആമേൻ. ജീവന്റെ ഉറവിടമായവൻ, ജീവൻ അവന്റെ ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇന്ന് പകൽ നിന്റെ മരിച്ച അവസ്ഥകളെ ഉയർപ്പിക്കാൻ അവന്റെ ജീവൻ, ഹല്ലേലൂയ, മരിച്ച അവസ്ഥകളെ ഉയർപ്പിക്കാൻ, നിന്റെ മരിച്ച സാഹചര്യങ്ങളെ ഉയർപ്പിക്കാൻ അവൻ ക്രിസ്തുവിന്റെ ജീവൻ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റാഷാഠാല റബാശഖറ. മരിച്ച സാഹചര്യങ്ങൾ ഉയർന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ഹല്ലേലൂയ. അവൻ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വിഷയമുണ്ടെങ്കിലും അവൻ തീർന്നെന്ന് പറയുന്ന വിഷയത്തിന് മുകളിൽ അവൻ ക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ തീർന്നെന്ന് പറയുന്ന വിഷയത്തിന് മുമ്പിൽ അതാ ജോസഫിന്റെ മുമ്പിൽ പറഞ്ഞു, അവന്റെ സഹോദരന്മാർ പറഞ്ഞു, ഇവൻ തീർന്നടാ, ഇവൻ തീർന്നടാ. ഹല്ലേലൂയ. എന്നാൽ അവൻ സ്വർഗം വിളിച്ചു പറയോ, ഇത് തീർന്നതല്ല, ഇത് തുടങ്ങാൻ പോവുകയാ. ഇത് തീർന്നതല്ല, ഇത് ആരംഭിക്കാൻ പോകുന്നു. ഇത് അവസാനിച്ചതല്ല, അത് ക്രിസ്തുവിന്റെ ജീവൻ. ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ആമേൻ, ഹല്ലേലൂയ. പുനരുത്ഥാനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ആമേൻ, അവൻ ഇന്ന് പകൽ വിശ്വസിച്ചോ? ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിന്റെ മുകളിൽ അവൻ സ്വർഗത്തിന്റെ ദൂതന്മാർ ചലിക്കാൻ പോകുന്നു. ആമേൻ, അത് ക്രിസ്തുവിന്റെ ജീവനായ, ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്വർഗത്തിന്റെ ജീവനായ, ഹല്ലേലൂയ. അവൻ ചിലതിന്റെ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥകളിന്മേൽ അവൻ തകർന്ന ജീവിതത്തെ പുനരുജ്ജീവിപ്പിക്കാൻ, അവൻ ചിലതിനെ റീസ്റ്റോർ ചെയ്യാൻ, അവൻ ചിലതിനെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ അവൻ യേശുവിന്റെ ജീവൻ ഇതാ വ്യാപരിക്കുന്നു. അവൻ പാതാളത്തിന്റെ മേലും അവൻ സ്വർഗത്തിന്റെ മേലും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇതാ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ ചിലത് ജീവൻ വ്യാപിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ആ ജീവൻ ഉള്ളത് കൊണ്ട് തന്നെ, ജീവനുള്ളവനെ കൊണ്ട് മാത്രമേ ഉയർപ്പിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ, യെസ്. അതുകൊണ്ട് അവനിൽ നിന്ന് ജീവൻ പുറപ്പെട്ട് ഈ ലാസർ പുറത്തു വന്നത്. ആമേൻ, അവൻ മരിച്ച് 4 ദിവസം നാറ്റമായി കിടന്നവൻ ഇതാ അവന്റെ വാക്കിന്റെ മുമ്പിൽ, അത് അവന്റെ വാക്കിന്റെ മുമ്പിൽ, അത് അവന്റെ വാക്കിന്റെ മുമ്പിൽ ജീവൻ വ്യാപരിച്ചു. അവൻ ഇന്ന് പകൽ അവൻ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നിന്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. ഓ റാഠാല റബ. നീ വിശ്വസിക്ക, അവൻ നിന്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുവെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ അതാ നിന്റെ വാക്കിനകത്ത് ഒരു ജീവൻ വ്യാപരിക്കട്ടെ, ഒരു ജീവൻ വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു ഈ വചനത്തിന്റെ മുമ്പിൽ ജീവൻ വെളിപ്പെടും. ആമേൻ, യെസ്. ആമേൻ. ഈ വചനത്തിന് മുമ്പിൽ ജീവൻ വെളിപ്പെടും. എന്തുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കണം? ജീവന്റെ ഉറവിടം ക്രിസ്തുവായതുകൊണ്ട്. അവൻ ജീവൻ അവനിൽ നിന്ന് പുറപ്പെടുന്നത് കൊണ്ട് അവൻ സകല സൃഷ്ടികളെയും അവൻ്റെ ഒറ്റ ശ്വാസത്താൽ, അവൻ എന്നെയും നിന്നെയും ഒറ്റ ശ്വാസം കൊണ്ട്
അവൻ നമ്മുടെ മൂക്കിന്മേൽ നമ്മുടെ ശ്വാസത്തെ ഊതി. ഹല്ലേലൂയ. അവന്റെ ശ്വാസത്താലാണ് നീ മുകളിലോട്ടും താഴെയും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ വിശ്വസിക്കുന്ന നീ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും അവന്റെ ജീവനാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, അവൻ നീ അകത്തോട്ടെടുത്തിട്ട് പുറത്തോട്ട് വലിക്കുന്നത് അവന്റെ ജീവനെയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അവനെ ആരാധിക്കാൻ നീ മടിക്കരുത്. ഇന്ന് പകൽ ദൈവമക്കളെ, ഇതകത്തോട്ടെടുത്ത സാധനം പുറത്തോട്ട് വിടാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കാര്യം തീർന്നു. ഹല്ലേലൂയ. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മണ്ണുകൊണ്ട് രൂപമുണ്ടാക്കി നമ്മുടെ മേൽ അവൻ്റെ ശ്വാസത്തെ നമ്മുടെ മേൽ ഊതി. അവൻ്റെ ശ്വാസത്തിനകത്തൂടെ അവൻ്റെ ജീവനിലൂടെ നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ ഓർത്തോ, ഈ ലോകത്തിലുള്ള സകല മനുഷ്യൻ്റെ അകത്തും ക്രിസ്തു വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സകല മനുഷ്യൻ്റെ അകത്തും ആമേൻ. ഇതിനകത്ത് ജാതിയില്ല, മതമില്ല, ആമേൻ, ജാതി വ്യത്യാസങ്ങളില്ല. കാരണം സകലത്തിലും അവൻ്റെ മക്കളാണ് സകലരും. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ രക്തത്തിലൂടെ ഒഴുകുന്നത് അവൻ്റെ ജീവനാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, അവൻ ഇന്ന് പകൽ നിന്റെ ശരീരത്തിലെ അവയവങ്ങൾ മുഴുവനും അവൻ്റെ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കാൻ ആമേൻ ദൈവ വൈതലേ നിനക്ക് കഴിയുന്നു. ഹല്ലേലൂയ. അടങ്ങിയിരിക്കരുത്. ഇന്ന് പകൽ അവന്റെ ജീവൻ അകത്തു നിന്ന് നിന്റെ മരിച്ച മേഖലകളിന്മേൽ ഇതാ ഒരു സൗഖ്യം വ്യാപരിക്കുന്നു. എന്തുകൊണ്ട് യേശുവിനെ ആരാധിക്കണം? ജീവൻ അവനിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ട്, അവൻ സകലത്തിന്റെയും സൃഷ്ടാവായത് കൊണ്ട്, സകല പ്രപഞ്ചത്തെയും അവന്റെ വാക്കിനാൽ വിളിച്ചു വരുത്തിയത് കൊണ്ട്. ശ്രദ്ധിക്കണം ദൈവമക്കളെ, അവനിൽ ജീവനുണ്ടായിരുന്നു. ജീവൻ എന്തായിരുന്നു വായിക്കുന്നേ? അടുത്ത വാക്യം വായിക്കേ. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിന് മുന്നത്തെ വാക്യം, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. മതി. ആമേൻ. ആ ജീവൻ എന്തായിരുന്നു? മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആമേൻ. അടുത്ത വാക്യം സിസ്റ്ററെ. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഹല്ലേലൂയ. നമ്മൾ മണ്ണെണ്ണ വിളക്ക് കണ്ടിട്ടുള്ള ആരൊക്കെ ഉണ്ടോ? ആമേൻ. ചെറുതിൽ നമ്മളെല്ലാം കണ്ടിട്ടുണ്ടല്ലേ? അയ്യോ, എല്ലാവരും കണ്ടിട്ടില്ലേ? കൊണ്ടിട്ടൊന്ന് കൈ പൊക്കും. ഒരു കൈയൊന്ന് പൊങ്ങട്ടെ. എൻ്റെ ദൈവമേ, കൈയൊന്ന് പൊങ്ങട്ടെ. കൈയൊന്ന് പൊക്ക്, നിങ്ങൾ ഉണ്ടെന്നറിയട്ടെ. ഹല്ലേലൂയ. നമ്മൾ ആ എല്ലാവരും ഏകദേശം എല്ലാവർക്കും അറിയാം. എന്താ ഈ ഒരു ഇരുട്ടുള്ള മുറിയിലകത്തേക്ക് ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചാൽ എന്താ സംഭവിക്കുന്നേ? വെളിച്ചം ഉണ്ടാവും അല്ലേ? എത്രമാത്രം വെളിച്ചം ഉണ്ടാവും? ഒരു പരിധിയുണ്ട് അല്ലേ? ഒരു പരിധിയുണ്ട്. ഒരു ഇരുട്ട് മുറിയിനകത്തേക്ക് നമ്മളൊരു അല്ലെങ്കിൽ ഒരു മെഴുകുതിരി ആയിക്കോട്ടെ കത്തിച്ച് വെച്ചാൽ അതിനൊരു പരിധിയുണ്ട്. എൻ്റെ ചെറിയ നാട്ടിലേക്ക് ഇതാണ് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കുറച്ച് ഉള്ളിലേക്കൊരു കുറച്ച് എന്താ പറയുക, നമ്മുടെ ഇത് പറഞ്ഞാൽ പട്ടിക്കാട് സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറച്ച് ഉള്ളിലേക്കാണ്. അവിടെയൊക്കെ കറണ്ട് മോണോടുള്ളത് കറണ്ട് വരാൻ കുറേ സമയമെടുക്കും. മിക്കവാറും കറണ്ട് കട്ടായിരിക്കും. ഒരു റബ്ബറങ്ങാണ് ഒടിഞ്ഞ് വീണാൽ തീർന്നു. 4 ദിവസത്തേക്ക് കറണ്ടില്ല. ആമേൻ. കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ ഒരു ദൈവദാസൻ കിടക്കാൻ വന്ന് അവരുടെ വീട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു. ആമേൻ. അറിയാമോന്ന് അറിഞ്ഞൂടാ. ഒരു ഫേമസ് ആയ ദൈവദാസനാണ്. അദ്ദേഹം വന്ന വഴിയിൽ ശരിക്കും പറഞ്ഞാൽ പേടിച്ച് വരണ്ട അവിടെ എത്തിയത്. രാത്രി 12 മണിക്കാണ് വന്നത്. അതുപോലെ പേടിക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇരുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ആമേൻ. ഇതുപോലുള്ള സ്ഥലത്താണ്. അതിൻ്റെ മധ്യത്തിനകത്തേക്ക് ഒരു കുഞ്ഞ് മെഴുകുതിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിലവിളക്കോ കത്തിച്ച് വെച്ചാൽ ഇതിന് പ്രകാശിക്കാൻ പറ്റും. പ്രകാശം അവിടെ ഉണ്ട്. എന്നാൽ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ആദ്യമേ ഇങ്ങനെ ഈ വിളക്ക് കത്തിച്ച് വെക്കുന്ന സമയമുണ്ടായിരുന്നു. ഈ വെള്ളത്തിന് വേണ്ടി, മറ്റു വിളക്കല്ല കേട്ടോ, വെട്ടത്തിന് വേണ്ടി. ആമേൻ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്താ ഈ ലൈറ്റായി, നമ്മുടെ ട്യൂബല്ല
ചെറിയ ബൾബുണ്ടല്ലോ, 40 വോൾട്ടിൻ്റെ ബൾബൊക്കെ, അതായി. അത് വന്നപ്പോൾ എന്താ, കുറച്ചും കൂടെ ഒരു പ്രകാശത്തെ നമ്മൾ ഫീൽ ചെയ്തു നമുക്ക്, അല്ലേ? ഈ 40 വോൾട്ട് കഴിഞ്ഞ് 60 വോൾട്ട് ആയപ്പോഴത്തേക്ക് എന്തൊരു സന്തോഷമായിരുന്നു അറിയാമോ? കുറച്ചുകൂടെ നല്ല വെളിച്ചം. ആമേൻ. അതിപ്പോൾ എന്തായി, നല്ല ട്യൂബ് കിട്ടുമായി, അല്ലേ? ആമേൻ. കാലങ്ങൾ കഴിയുന്തോറും ആമേൻ എന്താ, ഇതിൻ്റെ ക്വാളിറ്റി മാറിക്കൊണ്ടിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, പണ്ട് കാലത്ത് ദൈവം ചില ചെറിയ വെളിച്ചങ്ങളെ നമ്മളിലേക്ക് അയച്ചു. ആമേൻ. എന്താണ്? ചെറിയ ചില വെളിച്ചങ്ങളെ, കാലഘട്ടത്തിനനുസരിച്ച് ചെറിയ ചെറിയ വെളിച്ചങ്ങളെ നമ്മളിലേക്ക് അയച്ചു കൊണ്ടിരുന്നു. ആമേൻ. ആ വെളിച്ചങ്ങളാണ് വിശുദ്ധന്മാർ, പ്രവാചകന്മാർ, അങ്ങനെ മഹിമ കണ്ട സാക്ഷികൾ എന്ന് പറഞ്ഞ അനേകർ. ഹല്ലേലൂയ. ആമേൻ. വിശ്വസിക്കുന്ന ഒരു കൂട്ടം, ആമേൻ, പിതാക്കന്മാർ, വിശ്വാസികളുടെ ഒരു കൂട്ടം പിതാക്കന്മാർ. ഹല്ലേലൂയ. എന്നാൽ ഒരു ഇരുളിനും പിടിച്ചടക്കാൻ കഴിയാത്തൊരു വെളിച്ചം ഈ ഭൂമിയിലേക്ക് വന്നു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കണം, 2000 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഇരുളിനും പിടിച്ചടക്കാൻ കഴിയാത്ത സത്യ വെളിച്ചം അത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഒരു പരിധിവരെ മാത്രമേ ഇരുട്ടിന് നിന്നെ സ്വാധീനിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. എന്നാൽ ഇന്ന് പകൽ ഒരു പരിധിക്കപ്പുറമായി നിന്റെ മേൽ പ്രകാശിച്ച് നിൽക്കുന്ന സത്യ വെളിച്ചം നിന്റെ മേൽ, നിന്റെ ജീവിതത്തിൻ്റെ മേൽ, നിന്റെ ഭാവിയുടെ മേൽ അത് വെളിപ്പെട്ട് നിൽക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇതാ സത്യ വെളിച്ചം. ആമേൻ. ചിലരുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക്, ചില കുടുംബത്തിൻ്റെ അകത്തേക്ക്, ആമേൻ, നിന്നെ ഇരുട്ടുകൊണ്ട് മറച്ച മേഖലയ്ക്കുള്ളിൽ, ആമേൻ, ഇരുട്ടുകൊണ്ട് നിന്നെ ഒതുക്കിയ മേഖലയ്ക്കുള്ളിൽ, ആമേൻ, സകല അന്ധകാര ശക്തികളെയും കീഴ്പ്പെടുത്തുന്ന സത്യ വെളിച്ചം ഇതാ. അത് ചില കുടുംബത്തിനകത്തേക്ക് സകല അന്ധകാരത്തെ നീക്കുന്ന സത്യ വെളിച്ചം. ആമേൻ. സകല മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം, the true light, അത് ഭൂമിയിലേക്ക് ജഡരൂപത്തിൽ, മനുഷ്യരൂപത്തിൽ അവനിതാ ഇറങ്ങി വന്നു. അവൻ 2000 വർഷങ്ങൾക്ക് മുന്നേ, ഹല്ലേലൂയ, എന്തുകൊണ്ട് അവനെ ആരാധിക്കണം? അവൻ സത്യ വെളിച്ചമായതുകൊണ്ട്, അവൻ ലോകത്തിന്റെ വെളിച്ചമായതുകൊണ്ട് ഒരു ഇരുളിന്റെ ശക്തികൾക്ക് അവനെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ആമേൻ. ഒരു അന്ധകാര ശക്തിക്കും ആ വെളിച്ചത്തിന്റെ മുന്നിൽ, ഇവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങൾ പറഞ്ഞേ. കാരണം അതിലും വലിയ വെളിച്ചം ഇവിടെ നിൽക്കുക. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഈ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്? ആർക്ക് വെളിച്ചം കൊടുക്കാനാ? ആമേ. ആർക്ക് വെളിച്ചം കൊടുക്കാനാ? ആമേ. സൂര്യനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവൻ, ആമേൻ, അവന് വെളിച്ചം കൊടുക്കാനാണോ? ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ദൈവത്തോട് ക്ഷമ ചോദിച്ചാട്ടെ. ദയവായി ക്ഷമ ചോദിച്ചാട്ടെ. ദൈവമേ, അറിവില്ലായ്മയുടെ കാലങ്ങളെ ക്ഷമിക്കുന്ന ദൈവം. ആമേൻ. നമ്മുടെ അറിവില്ലായ്മയുടെ കാലങ്ങളെ ക്ഷമിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഇന്ന് പകൽ ദൈവത്തിന് പറയാനുള്ളത്, ആമേൻ, ഈ വെളിച്ചത്തിന് പകരം ഒരു വെളിച്ചമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പലരും മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നൊരു വലിയ വിശ്വാസമായി കാണുന്നുണ്ട്. ഞാൻ അതുകൊണ്ടത് പറയുന്നത്. ആമേൻ. തികച്ചും ഹല്ലേലൂയ, ആമേൻ, ദൈവവചനത്തിനെതിരാണത് 100%. ആമേൻ. ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്. ഹല്ലേലൂയ.
ഇന്ന് പകൽ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന വെളിച്ചം ആരാണെന്ന ബോധ്യമുണ്ടെങ്കിൽ ഹല്ലേലൂയ, അതിൻ്റെ പുറകെ വ്യാപരിക്കുന്ന ചെറിയ വെളിച്ചത്തിൻ്റെ പുറകെ നീ പോകത്തില്ല. ഹല്ലേലൂയ, അതിൻ്റെ പുറകെ വ്യാപരിക്കുന്ന ചെറിയ വെളിച്ചത്തിന് പണ്ട് പലതും സംഭവിച്ചിട്ടുണ്ടായിരിക്കും, നല്ല കാര്യം. ഹല്ലേലൂയ, പക്ഷേ ആമേൻ ആമേൻ ആമേൻ, നിനക്ക് വേണ്ടി ഒരു സത്യ വെളിച്ചം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനു വേണ്ടിയ? പിതാവായ ദൈവം ആമേൻ ഹല്ലേലൂയ തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്താൻ, ഹല്ലേലൂയ തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്താൻ, ആമേൻ തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ, അത് ക്രിസ്തുവിലൂടെ ദൈവമായിരുന്നവൻ അവൻ 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 മനുഷ്യരൂപത്തിൽ എന്നാൽ സകല ദൈവിക സമ്പൂർണതയിലും ഭൂമിയിലേക്ക് വന്നു. എന്തിനു വേണ്ടിയ? മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. അവൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ അവൻ ലോകത്തിന് പ്രദർശിപ്പിക്കാൻ തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്തുകൊണ്ട് അവനെ ആരാധിക്കണോ? എന്തുകൊണ്ട് അവനെ ആരാധിക്കണോ? അവൻ ലോകത്തിൻ്റെ സത്യ വെളിച്ചമായതുകൊണ്ട്, അവൻ ലോകത്തിന്റെ ജീവനായതുകൊണ്ട്, അവനിൽ നിന്ന് ജീവൻ പുറപ്പെടുന്നത് കൊണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ ലോകത്തിന്റെ വെളിച്ചമാ. ആമേൻ. അവനിൽ ജീവനുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം ദൈവമക്കളെ, യോഹന്നാൻ സ്നാപകൻ, തുടർന്നുള്ള താഴോട്ട ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നില്ല. അവൻ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പറ്റി സാക്ഷ്യം പറയുന്നു. യോഹന്നാനും തൻ്റെ ശിഷ്യന്മാരുമായിരിക്കുമ്പോൾ യോഹന്നാൻ ഇതാ, ആരാ യോഹന്നാൻ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനെന്ന് വചനം പറയുന്ന യോഹന്നാൻ. ഹല്ലേലൂയ. യോഹന്നാൻ ഇതാ വിളിച്ചു പറയുന്നു, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിതാ ഇതുവഴി കടന്നു വരുന്നു. ഹല്ലേലൂയ. എന്താ? ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായവൻ ഇതാ കടന്നു വരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്തുകൊണ്ട് അവനെ ആരാധിക്കണം? അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കാൻ ഒരുവന് മാത്രമേ യോഗ്യതയുള്ളൂ. ഹല്ലേലൂയ. അവൻ ലോകത്തിന്റെ പാപത്തെ വഹിച്ചവൻ, ക്രൂശിൽ മരിച്ചവൻ ഒരുവൻ മാത്രമായതുകൊണ്ട് അവൻ എന്തുകൊണ്ട് അവനെ ആരാധിക്കണം? യോഹന്നാന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ. ശ്രദ്ധിക്കണേ, യോഹന്നാന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ. ആരുടെ ശിഷ്യന്മാരായിരുന്നത്? യോഹന്നാന്റെ ശിഷ്യന്മാർ. ആമേൻ. യേശു വരുന്നത് കൊണ്ട് യേശുവിനെ അനുഗമിച്ചു. യോഹന്നാൻ പറഞ്ഞു, എന്നെക്കാൾ വലിയവൻ, കാരണം അവൻ എന്നെക്കാൾ മുന്നമേ ഉണ്ടായിരുന്നവനാ, അവനാദ്യനായവൻ. ആമേൻ. യെസ്. അവനാദ്യനും ആദ്യനുമായവൻ. യോഹന്നാൻ അവൻ വിളിച്ചു പറഞ്ഞു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. ആരായിരുന്നു ആ ശിഷ്യന്മാർ? അന്ത്രയോസും ഈ അധ്യായത്തിന് തന്നെ പേരുണ്ട്. ഹല്ലേലൂയ. ഏതധ്യായോ വായിച്ചേ? അടിപൊളി. ഏതധ്യായം നമ്മളൊന്ന് വായിച്ചേ? ബാക്കിലിരിക്കുന്നവർ സൗണ്ട് കേൾക്കുന്നില്ല. നമ്മൾ ഏതധ്യായം വായിക്കുന്നതെന്ന്? അന്ത്രയോസും ദൈവമേ, ആമേൻ. അന്ത്രയോസും യോഹന്നാനും. ഹല്ലേലൂയ. ആമേൻ. ഈ രണ്ട് ശിഷ്യന്മാരും കൂടെ യേശുവിനെ അനുഗമിച്ചു. യേശുവിനോട് പറയുന്നൊരു വാക്കിതാ, നീ എവിടെ പാർക്കുന്നു? യേശു അവരോട് പറയുന്നൊരു മറുപടി, ആമേൻ, വന്ന് കാണുമേ, വന്ന് കാണുക. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, യഹൂദന്മാരുടെ ഇടയിൽ അവർ കാലങ്ങൾ മുതൽ, അല്ലെങ്കിൽ നമ്മൾ ജനിക്കുന്ന മുതൽ നമ്മൾ യേശുവിനെ പറ്റി കേൾക്കുന്നവരാ. സത്യമല്ലേ? അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെപ്പറ്റി കേൾക്കുന്നവരാ. അതുപോലെ തന്നെ യഹൂദന്മാർ ചെറിയ പ്രായം മുതൽ തന്നെ ബൈബിൾ പഠിച്ചു തുടങ്ങുന്നവരാ.
ചെറിയ കാലഘട്ടത്തിന് മുന്നേ ബൈബിൾ പഠിച്ചു തുടങ്ങുന്നവരാ. അന്നു മുതൽ ഇവരുടെ മുൻപിലൊരു പ്രത്യാശയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അവർക്ക് വേണ്ടി ഒരു രക്ഷകൻ വെളിപ്പെടുമെന്ന്. ആമേൻ, ഹല്ലേലൂയ. ഈ അന്ത്രയോസും യോഹന്നാനും കൂടെ നേരെ ചെന്നത് എങ്ങോട്ടാ? തൻ്റെ സഹോദരൻ അവിടെയുണ്ട്. തൻ്റെ അന്ത്രയോസിൻ്റെ വീട്ടിനകത്തേക്ക് ചെന്നു. ഹല്ലേലൂയ. എങ്ങോട്ടാ ചെന്നേ? അന്ത്രയോസിൻ്റെ വീട്ടിനകത്തേക്ക് ചെന്നു. ആമേൻ. ആരാ ചെന്നേ? യോഹന്നാനും അന്ത്രയോസും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എന്നിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന ഒരുവനോട് വിളിച്ചു പറയുക, അതെ, ഞങ്ങൾ ഒരുവനെ കണ്ടു. ആമേൻ. കാലഘട്ടങ്ങൾക്ക് മുന്നേ പ്രവാചകന്മാർ പ്രവചിച്ചു വെച്ച പ്രവചന ശബ്ദം, നമുക്ക് വേണ്ടി ഒരു മശിഹ വെളിപ്പെടും. ഹല്ലേലൂയ. അല്ലയോ സഹോദര, ഞങ്ങൾ ആ മശിഹായെ കണ്ടു. ആമേൻ. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായവനെ, ഹല്ലേലൂയ, ആ മശിഹായെ ഞങ്ങൾ കണ്ടുമുട്ടി. അത് സഹോദര, അവൻ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ കേട്ടതല്ലേ ഒരു മശിഹ വെളിപ്പെടുമെന്ന്? ആമേൻ. ആ മശിഹായെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നു പകൽ ചില കുടുംബത്തിനകത്തേക്ക് ചില വ്യക്തികൾ ഇതാ മശിഹായെ കണ്ടെത്തുന്ന ദിനമാണെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അവൻ വെളിപ്പെടുന്ന മശിഹ. ഹല്ലേലൂയ. അവൻ മറഞ്ഞിരുന്ന മർമ്മമിതാ വെളിപ്പെടുന്നു. മറഞ്ഞിരുന്ന മർമ്മമിതാ, അദൃശ്യ മണ്ഡലങ്ങളിൽ മറഞ്ഞിരുന്ന മർമ്മമിതാ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒരു രക്ഷകനിതാ വെളിപ്പെട്ടു വരുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പറയും നിന്റെ ജീവിതത്തിൽ കണ്ടതല്ല, ഇതാ പുതിയൊരു തുടക്കം, ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ സംഭവിക്കുമെന്ന്. ആമേൻ. അത് പുതുതായി, ഇതാ പുതിയ ജീവനെ പുതിയതിനെ പകരുന്ന ദൈവം. ആമേൻ. ഇന്ന് പകൽ ക്രിസ്തു ജലത്തിന്റെ ജീവിതത്തിനകത്തേക്ക് വെളിപ്പെടുക. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്ഷകൻ ചില കുടുംബത്തിനകത്തേക്ക്, ആമേൻ. ചില ഹൃദയത്തിനകത്തേക്ക് ഹല്ലേലൂയ. രക്ഷകൻ കടന്നു വരുന്നു. ഹല്ലേലൂയ. ജീവനായവൻ, വെളിച്ചമായവൻ, അവൻ സകല അന്ധകാര ശക്തികളെയും അവൻ നിന്റെ ജീവിതത്തിന് വിരോധമായി നിൽക്കുന്ന, ഹല്ലേലൂയ, നിന്റെ ഉയർച്ചയ്ക്ക് വിരോധമായി നിൽക്കുന്ന അവൻ അന്ധകാര ശക്തികളെ കീഴ്പ്പെടുത്തുന്ന അവൻ ദൈവിക ശക്തി അത് വെളിപ്പെട്ടു വരുന്നു. ഇന്ന് പകൽ നീ എന്തുകൊണ്ട് അവനെ ആരാധിക്കണം? അവൻ ലോകത്തിന്റെ മാനവകുലത്തിന്റെ രക്ഷകനായതുകൊണ്ട്, മശിഹായതുകൊണ്ട്, അവൻ ജീവനായതുകൊണ്ട്, അവൻ സത്യ വെളിച്ചമായതുകൊണ്ട് നീ അവനെ ആരാധിക്കണം. ആരാധനയ്ക്ക് യോഗ്യനായവൻ, മഹത്വത്തിന് യോഗ്യനായവൻ. ഇന്ന് പകൽ ആ പ്രകാശം നിന്റെ കുടുംബത്തിനകത്തേക്ക് വെളിപ്പെടുക. ആമേൻ. ഹല്ലേലൂയ. ഇതാ ഇരുള് മാറി നിൽക്കുന്നു. അവൻ ഇരുളിനെ പിടിച്ചടക്കാൻ കഴിയാത്ത സത്യ വെളിച്ചം. ആമേൻ. ഒരു ഇരുളിനും പിടിച്ചടക്കാൻ കഴിയാത്ത സത്യ വെളിച്ചം ചില കുടുംബത്തിനകത്തേക്ക്, ഹല്ലേലൂയ, സകല ഇരുളിനെയും വഴിമാറ്റിക്കൊണ്ട്. ഈ അന്ത്രയോസ് ഓടിച്ചെന്ന് പറഞ്ഞ സഹോദരനാരാ? അന്ത്രയോസ് ഓടിച്ചെന്ന് തൻ്റെ സഹോദരനായ ശീമയോനോട് ആമേൻ പറഞ്ഞു, അതാ ഞങ്ങൾ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അയ്യോ, നിങ്ങൾ അടങ്ങിയിരിക്കരുത്. കണ്ടെത്തിയത് മശിഹായ.
ഇത് മശിഹയെ പറ്റി പറയുന്നത്. Hallelujah. ഇത് ജീവനെ പറ്റിയാ പറയുന്നത്. Amen. ഈ ജീവനെ പറ്റി പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ സ്പിരിറ്റിനുള്ളിൽ ജീവൻ വ്യാപരിക്കും. Amen. ആമേൻ. ഹല്ലേലൂയ. ജീവൻ വ്യാപരിക്കും. Hallelujah. ആമേൻ. ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾ പ്രശ്നം അനുഭവിക്കുന്നു അതിൻ്റെ അകത്ത് ജീവൻ വ്യാപരിക്കും. Amen. ഹല്ലേലൂയ. 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 കർത്താവ് മാജിക്കുകാരനല്ല, മാജിക്ക് ചെയ്യുന്ന ആളല്ല. നീ വിശ്വസിക്കുമ്പോൾ ചലിക്കും. Hallelujah. ഹല്ലേലൂയ. Yes. അവൻ ഇന്ന് പകൽ ഈ വചനത്തെ നീ വിശ്വസിക്കുമ്പോൾ, നീ റിസീവ് ചെയ്യുമ്പോൾ, നീ ഏറ്റെടുക്കുമ്പോൾ ഇത് നിന്റെ മേൽ ആക്ട് ആകും. ഹല്ലേലൂയ. 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 അവൻ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു നിന്റെ കുടുംബത്തിൽ നീ ഇവിടെ ഇരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് കർത്താവ് ചില അത്ഭുതങ്ങൾ ചെയ്യും. Amen. ഹല്ലേലൂയ. അവൻ പൊട്ടാത്ത മേഖലകൾ പൊട്ടും. ചില ഫിനാൻഷ്യൽ മേഖലകളിൽ ബ്ലോക്കായ ഫിനാൻഷ്യൽ മേഖലകളിൽ അവൻ കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് പകൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബ്ലോക്കായത് അവൻ കാലങ്ങളായി ബ്ലോക്കായത്, എവിടേക്കോ കാലങ്ങളായി ബ്ലോക്കായ ഫിനാൻഷ്യൽ മേഖലകൾ അത് ഓപ്പൺ ആകുന്നു യേശുവിന്റെ നാമത്തിൽ. Hallelujah. യേശുവിന്റെ നാമത്തിൽ ഇത് റിസീവ് ചെയ്യാൻ നീ തയ്യാറെങ്കിൽ അവൻ ചില ദിവസങ്ങൾക്കുള്ളിൽ ഇത് വിശ്വാസത്താൽ നീ കണ്ടുകൊണ്ട് ഇത് വിശ്വാസത്താൽ നീ കണ്ടുകൊണ്ട് അവൻ അതിനെ ബന്ധിച്ച ഇരുളിനെ സ്വർഗം ഇതാ. ഹല്ലേലൂയ. അവൻ അതിനെ അവൻ ബന്ധിച്ച ഇരുളിന്റെ ശക്തികളെ ഹല്ലേലൂയ നിന്റെ ഫിനാൻഷ്യൽ മേഖലകളെ തകർത്ത അഭിഷേകം, നിന്റെ കുടുംബത്തെ രോഗത്തിലാക്കിയ ഇരുളിന്റെ മേഖലകൾ ഇതാ വെളിച്ചം വീശുന്നു. ഇതാ വെളിച്ചം വീശുന്നു. ഇതാ വെളിച്ചം വീശുന്നു. ഇരുളിന്റെ മേഖലകൾ ആമേൻ. ചില ആഭിചാരത്തിന്റെ വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ അതിപ്പോൾ പൊളിയട്ടെ. അവൻ സഭ ഒരുമിച്ച് നിനക്ക് വിരോധമായി ഫലിക്കുന്ന യാതൊരു ആയുധവും അത് ഫലിക്കയില്ല. നിനക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്ന യാതൊരു ആയുധങ്ങളും അത് ഫലിക്കത്തില്ലെന്ന് ഇന്ന് പകൽ നീ വിശ്വസിച്ചുകൊണ്ട് അവൻ ചിലതിന്മേൽ ജീവൻ വ്യാപരിക്കുന്നു, ചിലതിന്മേൽ ജീവൻ വ്യാപരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായവൻ, മഹത്വത്തിന്റെ പ്രത്യാശയായവൻ വെളിച്ചം വീശട്ടെ, വെളിച്ചം വീശട്ടെ. സത്യ വെളിച്ചം. ഹല്ലേലൂയ. ആമേൻ. ഇതാ ശീമോനോട് അന്ത്രയോസ് എന്ന് പറയുക, ഞാൻ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. ചെന്നു പറഞ്ഞത് മാത്രമല്ല, കൈപിടിച്ച് കൂടെ കൊണ്ടുവന്നു. ആരടുത്താ? യേശുവിനടുത്ത്. ആമേൻ. ചിലതിനെ കൈപിടിച്ച് കൊണ്ടുവരാനുള്ള അഭിഷേകം. ആമേൻ. ഹല്ലേലൂയ. ചിലതിനെ കൈപിടിച്ച് കൊണ്ടുവരാൻ അഭിഷേകം നിന്റെ ഉള്ളിൽ ഇന്ന് പകൽ വീഴട്ടെ. ആരടുത്തേക്കാ? ജീവന്റെ അടുത്തേക്ക്, സഭയ്ക്കകത്തേക്ക്. ജീവനായ ക്രിസ്തു വെളിപ്പെടുന്ന ജീവന്റെ അടുത്തേക്ക്. ഹല്ലേലൂയ. അങ്ങനത്തെ അഭിഷേകം ഇന്ന് പകൽ ചിലതിന്റെ മേൽ കർത്താവ് ചിലതിനെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ. ഹല്ലേലൂയ. ഇരുളിന്റെ മേഖലയ്ക്കകത്ത് കിടക്കുന്ന, തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഹല്ലേലൂയ കൈപിടിച്ചു കൊണ്ടുവരുന്ന അഭിഷേകം, കൈപിടിക്കുന്ന അഭിഷേകം, കൈപിടിക്കുന്ന അഭിഷേകം, കൈപിടിക്കുന്ന അഭിഷേകം. ആമേൻ. ചേർത്ത് പിടിക്കുന്ന അഭിഷേകം. ഹല്ലേലൂയ. അത് നിന്റെ വാക്കുകളിനകത്തൂടെ ജീവൻ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഇതാ ചെന്നു പറഞ്ഞവൻ ആരാ? കൂട്ടിക്കൊണ്ടു ചെന്നു ശീമോനെ യേശുവിന്റെ അരികിലേക്ക്. ശീമോനോട് യേശു എന്താ പറഞ്ഞേ? നീ ഇന്ന് യോഹന്നാന്റെ പുത്രൻ. ഹല്ലേലൂയ. എന്നാൽ നിന്റെ പേര് മാറും, നീ കേഫ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ചിലതിന്റെ പൊസിഷനെ, ചിലതിന്റെ പേരിനെ, ചിലതിന്റെ അവസ്ഥകളെ മാറ്റുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ചില പേരുകളെ മാറ്റാൻ പോകുന്നു,
ഹല്ലേലൂയ. പേരുകളെ മാറ്റാൻ പോകുന്നു. നിന്റെ മേൽ യഹോവ ഉദിക്കുന്നു. യഹോവയുടെ നിത്യപ്രകാശം നിന്റെ മേൽ ഉദിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അവന്റെ ജീവൻ നിന്റെ മേൽ ഉദിക്കുന്നു. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റ് പ്രകാശിക്കാം. ഹല്ലേലൂയ. യഹോവയുടെ പ്രകാശം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ മേൽ യഹോവയുടെ പ്രകാശം. ഹല്ലേലൂയ. 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 ആമേൻ. അതാ പ്രകാശം നിന്റെ മേൽ, വെളിച്ചം നിന്റെ മേൽ. ആമേൻ. എന്താ യഹോവയുടെ പ്രകാശം? ഹല്ലേലൂയ. യഹോവയുടെ പ്രകാശം എന്താ? ദൈവത്തിന്റെ പ്രകാശമായി വെളിപ്പെട്ടവൻ ആരാ? അവൻ നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ക്രിസ്തു നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ആമേൻ. അല്ലയോ ശിമോനെ, നിന്റെ പേര് മാറും, നിന്റെ ജീവിതം മാറും, നിന്റെ അവസ്ഥ മാറും, ആമേൻ. നിന്റെ സാഹചര്യം മാറും. ആമേൻ. ഹല്ലേലൂയ. നിന്റെ പേരിനെ ദൈവം മാറ്റുമോനെ, നിന്റെ അവസ്ഥയെ മാറ്റുമോനെ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നീ ഹല്ലേലൂയ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്തു നിന്ന് സ്വർഗം നിന്നെ പുറത്തു കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ ശ്രദ്ധിക്കണം ദൈവമക്കളെ. ആരാ പ്രവചിച്ചേ? ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ പ്രവചിച്ചു പറയുക, നിന്റെ പേരിതാ മാറുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇതാ ശീമോൻ പത്രോസായി വെളിപ്പെട്ടു വന്നു. ഹല്ലേലൂയ. അദൃശ്യ മണ്ഡലങ്ങളിൽ ആകാശത്തെ സൃഷ്ടിച്ചപ്പോ അവൻ അദൃശ്യ മണ്ഡലങ്ങളിൽ അവൻ ശീമോന് വേണ്ടി സൃഷ്ടിച്ച പേരിനെ ഇതവൻ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അദൃശ്യ മണ്ഡലങ്ങളിൽ സ്വർഗം സൃഷ്ടിച്ച നിന്റെ സാഹചര്യങ്ങൾ, അവസ്ഥകൾ ഇതാ വെളിപ്പെട്ടു വരുന്നു. ഇതാ വെളിപ്പെട്ടു വരുന്നു. നിന്റെ കൺമുന്നിൽ കാണുമാറും, നിന്റെ ജീവിതത്തിൽ കാണുമാറും, നിന്റെ സഹോദരങ്ങൾ കാണുമാറും. ശക്തിയോടെ 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 ഇവന്റെ മുമ്പിൽ പ്രവചിക്കുമ്പോ ഇവൻ സാധാരണ മുഖുവനാ. ആമേൻ. എന്നാൽ അന്നു മുതൽ ഇവന്റെ പേര് മാറാൻ തുടങ്ങി. പേര് മാറുന്ന അനുഭവങ്ങൾ മാറാൻ തുടങ്ങി. അവന്റെ സാഹചര്യം മാറാൻ തുടങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നു പകൽ നീ യേശുവിനെ കണ്ടുമുട്ടിയെങ്കിൽ ഇന്നു മുതൽ നിന്റെ അവസ്ഥ മാറും. ആമേൻ. നിന്റെ പേര് മാറും. ആമേൻ. നിന്റെ സാഹചര്യം മാറും. ഹല്ലേലൂയ. ജീവൻ വെളിപ്പെടും. ആമേൻ. റാഥാലാമ ശാഥാലാറാബ. ഓ ഇന്ന് പകൽ ഏതൊക്കെ കുടുംബത്തിന്റെ അകത്തേക്ക് അതാ യേശു കടന്നു വരിക. ആമേൻ. പടകിൽ യേശു കടന്നു വന്നതുപോലെ ഹല്ലേലൂയ. ആമേൻ. ചില കുടുംബത്തിനകത്തേക്ക് ഒരുത്തനിതാ എൻ്റർ ചെയ്യുന്നു. അവൻ എൻ്റർ ചെയ്യുന്നു. ഹല്ലേലൂയ. ചില ഹൃദയത്തിന്റെ അകത്തേക്ക് ഒരുവനത് എൻ്റർ ചെയ്യുന്നു. ഹല്ലേലൂയ. റിലാമാ ശാഥാലാറാബ. Rakamala dorobo shantere baraba. We're receiving in the name of Jesus. Hallelujah. അതെ, പ്രവചിക്കുമ്പോ ശീമോൻ വിചാരിച്ചില്ല അവൻ പത്രോസാകുമെന്ന്. പ്രവചിക്കുമ്പോ ഇവൻ വിചാരിച്ചില്ല അവന്റെ നിഴലിനകത്തു നിന്ന് രോഗി സൗഖ്യമാകുമെന്ന്. ആമേൻ. പ്രവചിക്കുമ്പോ അവൻ വിചാരിച്ചില്ല കുരുടനെ അവൻ എഴുന്നേൽപ്പിക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആരൊക്കെ വിശ്വസിക്കാൻ തയ്യാറാ? ആമേൻ. അസാധാരണ അഭിഷേകം എന്റെ പുറകെ, എന്റെ പുറകെ ഞാൻ ചിന്തിക്കാത്ത, എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കണക്കൂട്ടാൻ കഴിയാത്ത, എന്റെ ഹൃദയം കൊണ്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയാത്ത, എന്റെ സ്വപ്നത്തിൽ പോലും വരാത്ത ഒരു അഭിഷേകം എനിക്ക് വേണ്ടി സ്വർഗത്തിന്റെ പക്കലുണ്ടെന്നോ, ഒരു കരുതൽ എനിക്ക് വേണ്ടി എന്റെ അപ്പന്റെ കയ്യിലുണ്ടെന്നോ, എന്റെ ജീവന്റെ ജീവനായ
സ്വർഗത്തിന്റെ കയ്യിലുണ്ട്. Rakalama shakalararaba shanterere. ഇന്ന് പകലത്തവരെ വിശ്വസിക്കാൻ തയ്യാറാ. എന്റെ അപ്പന്റെ കയ്യിൽ എനിക്ക് വേണ്ടിയുള്ള സകലതും. പത്രോസ് ഇവനെ അനുഗമിച്ചു. ഇപ്പൊ ആരൊക്കെയുണ്ട്? 3 പേരുണ്ട്. ഹല്ലേലൂയ. കർത്താവ് അടുത്തൊരു വാക്യം കൂടെ വായിക്കും. പെട്ടെന്ന് വായിക്കാം. പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ആമേൻ. അതിൻ്റെ 43 തൊട്ടുള്ള വാക്യങ്ങൾ. 43 തൊട്ട് യോഹന്നാൻ 1:40 തൊട്ടുള്ള വാക്യങ്ങൾ. പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബേത്സദയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ. ഇവര് 3 ഇവിടെ എല്ലാവരോട് ചെന്നിട്ട് യേശു അങ്ങോട്ട് ചെല്ലുമ്പോൾ അടുത്ത ആളിനെ കണ്ടു. ആരെ കണ്ടേ? ഫിലിപ്പോസിനെ കണ്ടു. യേശു കണ്ടു, ഫിലിപ്പോസിനെ കണ്ടു. ഫിലിപ്പോസിനോട് യേശു എന്താ പറഞ്ഞേ? ഒറ്റ വാക്ക് പറഞ്ഞുള്ളൂ, എന്നെ അനുഗമിക്കാം. ആമേൻ. യേശുവിന് നമ്മളെ കാണുമ്പോൾ കണ്ടുമുട്ടുമ്പോൾ പറയാനുള്ള ഏറ്റവും ആദ്യത്തെ വാക്യതായിരിക്കും അല്ലേ? എന്നെ അനുഗമിക്കാം. മുമ്പേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ എന്തുവാ? സകലതും എന്ന വാക്കിനെ നമുക്ക് കണ്ണിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് സകലതും എന്ന് പറഞ്ഞാൽ സകലതും എന്നാ. നിനക്ക് ആവശ്യമുള്ളതിൻ്റെ അപ്പുറം എന്നാ. ഹല്ലേലൂയ. ആമേൻ. സകലതും തരും. ആമേൻ. ഈ ഫിലിപ്പോസ് യേശുവിനെ കണ്ട സന്തോഷത്തിൽ അടുത്ത ആളിനോട് ഓടിച്ചെന്ന് പറഞ്ഞു, അതെ, പ്രവാചകന്മാർ കാലഘട്ടങ്ങൾക്ക് മുന്നേ പ്രവചിച്ച ശബ്ദമുണ്ടല്ലോ. എന്തോ ശബ്ദം? ഒരു മശിഹ വരുമെന്ന്. ആമേൻ. ആ മശിഹയെ ഞാൻ കണ്ടു. ആമേൻ. ഹല്ലേലൂയ. ആ മശിഹയെ ഞാൻ കണ്ടു. ആര് പറയാ? ഫിലിപ്പോസ് നഥനയേലിനോട് പറയുക. ആമേൻ. ഹല്ലേലൂയ. ഇവൻ എവിടെ ഉള്ളവനാണെന്നാ പറയുന്നേ? താഴോട്ടുള്ള വാക്യം ഒന്ന് വായിക്കാമോ? താഴോട്ടുള്ള വാക്യങ്ങൾ ഫിലിപ്പോസോ 46 ആദ്യത്തെ വാക്യം. ആദ്യത്തെ വാക്ക് മാത്രം മതി. നഥനയേൽ അവനോട്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. എന്താ? നസ്രയത്തിൽ നിന്നും വല്ല നന്മയ്ക്കും സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യം ആര് ചോദിക്കുക? നഥനയേൽ ഫിലിപ്പോസിനോട് ചോദിക്കുക. അങ്ങനൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ എന്തോ ഒരു കുഴപ്പം നസ്രയയിൽ ഉണ്ടെന്ന് ആർക്കറിയാം? നഥനയേൽ അറിയാം. അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേ? എന്തുവാ? ഇന്നത്തെ കേട്ടുകേഴ്വിയിൽ ഒന്നിലും നസ്രയത്തിൽ നിന്നൊരു നന്മ വന്നിട്ടില്ല. ആമേൻ. ഇതുവരെയുള്ള അനുഭവങ്ങളിൽ ഒന്നിലും നസ്രയത്തിൽ നിന്ന് ഒരു നന്മ വന്നിട്ടില്ല. ആമേൻ. അതുകൊണ്ടാ ഈ ചോദ്യം ആര് ചോദിക്കുന്നേ? നഥനയേൽ ഫിലിപ്പോസിനോട് ചോദിക്കുന്നേ, നസ്രയത്തിൽ നിന്നും വല്ല നന്മയും വരുമോ? ഫിലിപ്പോസിന്റെ മറുപടി ഇങ്ങനെയാ, വന്ന് കാണടാ. ആമേൻ. ഹല്ലേലൂയ. ചരിത്രം ഇതാ മാറുന്നു. ആമേൻ. ഹല്ലേലൂയ. കേട്ടുകേഴ്വി ഇതാ മാറുന്നു. ഹല്ലേലൂയ. നിന്റെ മുൻവിധികൾ ഇതാ മാറുന്നു. ആമേൻ. നിന്നെ പറ്റി പറഞ്ഞ മുൻവിധികൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്നെ പറ്റി പറഞ്ഞ മുൻവിധികൾ, ഇവനിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ? ഈ ദേശത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ചരിത്രം മാറുന്നു. ചരിത്രം മാറുന്നു. ചരിത്രം മാറുന്നു. തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുന്ന പോലെ
In the name of Jesus. തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുന്നത് പോലെ ഇതാ നസ്രത്തിനകത്തു നിന്ന് ഇതാ ഒരു രക്ഷകൻ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. അതാ നിന്നിൽ നിന്ന് ഒരു ജീവൻ പുറപ്പെടുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ പറ്റി പറഞ്ഞ മുൻവിധികളില്ലേ, ഇവൻ നന്നാവോ ഏതെങ്കിലും കാലഘട്ടത്തിൽ? ആമേൻ. ഇവനെന്തെങ്കിലും രക്ഷപ്പെടുവോ? ഇവനെ കൊണ്ട് വല്ലതും നടക്കുവോ? അല്ല ഇവളെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്നെ ഒരു മൂലക്കല്ലാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ചരിത്രത്തെ നിന്നിലൂടെ തിരുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നീ എവിടൊക്കെ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ, നീ എവിടൊക്കെ അപമാനിക്കപ്പെട്ടെങ്കിലോ, അതിൻ്റെ മധ്യേ നിന്നെ ഉയർത്തി 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 നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന്, അവൻ ജീവിക്കുന്ന ദൈവമാണെന്ന്, അവൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, അവൻ സർവശക്തനായ ദൈവം, അവൻ സകലത്തിലും മതിയായവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ചിലതിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ അവൻ പകരും. ആമേൻ, ആമേൻ. പാഴായ നിന്നെ പാടിൽ നിന്നും ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ആക്കി തീർക്കുന്ന ഒരു ദൈവിക പദ്ധതി ഇന്നും പകൽ ഇവിടെ ചലിക്കുന്നു. ഹല്ലേലൂയ. ചിലതിന് പ്രയോജനപ്പെടാൻ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ചിലതിന്റെ മേൽ ഇതാ പുതിയൊരു അഭിഷേകത്തിന്റെ വീഞ്ഞ്, വീര്യമുള്ള വീഞ്ഞിനെ കൈമാറുന്നു, വീര്യമുള്ള വീഞ്ഞിനെ കൈമാറുന്നു. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് നീ അപമാനിക്കപ്പെട്ടേക്കാം. ആമേൻ. എന്നാൽ ഹല്ലേലൂയ, നീ മാനിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? യേശു നഥനയേലിന്റെ അടുത്തേക്ക് വന്നു. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. എന്താ ചോദിക്കുന്നേ? ആമേൻ. ഇവിടുത്തെ വാക്യത്തിൽ പറയുന്നു, ഇങ്ങനെ പറയുന്നു. ആമേൻ. യേശു വന്നിട്ട് ഇങ്ങനെ പറയുക, നഥനയേലെ കണ്ടിട്ട്, നീ സാക്ഷാൽ ഇസ്രായേലിയൻ. നഥനയേൽ ചോദിക്കുക, എങ്ങനെ എന്നെ അറിയാം? നിനക്കെന്നെ അറിയാമോ? യേശുവിൻ്റെ മറുപടി, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോ നിന്നെ ഞാൻ കണ്ടടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോ ഞാൻ നിന്നെ കണ്ട ദൈവമാ. യഹൂദന്മാർ എന്തിനാ അത്തിയുടെ കീഴിലിരിക്കുന്നത് അറിയാമോ? കാറ്റുകൊള്ളാനല്ല, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ആമേൻ. അവനെ യേശു നഥനയേലോട് ഇതാ പറയുന്നു, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോ ഞാൻ നിന്നെ കണ്ടു. ഇന്ന് പകൽ ആരൊക്കെ കണ്ടില്ലെങ്കിലും നിന്റെ പ്രാർത്ഥനയെ കാണുന്ന സ്വർഗമുണ്ടെന്ന്. ഹല്ലേലൂയ. നിന്നെ അറിയുന്നൊരു സ്വർഗമുണ്ടെന്ന്, നിന്റെ ഹൃദയത്തിന്റെ ഞരക്കത്തെ കാണുന്നൊരു സ്വർഗമുണ്ടെന്ന് ഇന്ന് പകൽ ഹല്ലേലൂയ നിന്നെ കാണുന്നൊരു സ്വർഗമുണ്ടെന്ന് തിരിച്ചറിയണം. നിന്നെ മാറോട് ചേർക്കുന്നൊരുവനുണ്ടെന്ന്. ലോകത്തിൽ ആരൊക്കെ നിന്നെ തള്ളിയാലും, ചിലപ്പോൾ നിനക്ക് പിതാവില്ലായിരിക്കാം, ചിലപ്പോൾ നിനക്ക് മാതാവില്ലായിരിക്കാം, ചിലപ്പോൾ നിന്റെ സങ്കടം പറയാൻ നിന്റെ മക്കൾ നിന്റെ കൂടെ കാണത്തില്ല. നിന്റെ രാത്രികളിൽ നീ കണ്ണുനീരൊഴുക്കുമ്പോൾ ഇന്ന് പകൽ നീ ഒന്ന് തിരിച്ചറി. ആമേൻ. നിന്റെ കണ്ണുനീരിനെ കാണുന്നൊരു ദൈവമുണ്ട്, നിന്റെ നിലവിളിയെ കേൾക്കുന്നൊരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിയേക്കാൾ അധികമായി നിന്റെ മാറോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ആരാധനയ്ക്ക് യോഗ്യനാ, അവൻ മഹത്വത്തിന് യോഗ്യനാ, സകല സ്തുതികൾക്കും യോഗ്യനാ. ഹല്ലേലൂയ. നഥനയേലോട് ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാ? നഥനയേലേ, നീ അത്തിയുടെ മുൻപിൽ നിൽക്കുന്നത്, അതിൻ്റെ കീഴിലിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് നീ വിശ്വസിക്കുന്നുവോ? ആമേൻ. ഇന്ന് പകൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ, എന്ന് വെച്ചാൽ നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നുവെന്നും നിന്നെ ഞാൻ അറിയുന്നുവെന്നും ഇന്ന് പകൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ, അടുത്ത ചില മേഖലകൾ നിനക്ക് വേണ്ടി ഓപ്പൺ ആകും. ഇന്ന് പകൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആമേൻ. അടുത്ത ഡോർ നിനക്ക് വേണ്ടി ഓപ്പൺ ആകുന്നു. ഇന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആമേൻ. നിന്റെ പ്രാർത്ഥന കേൾക്കാൻ, ഹല്ലേലൂയ. ആമേൻ, നീ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ ഞാൻ നിന്നെ കണ്ടു എന്ന ബോധ്യം നിനക്കുണ്ടെങ്കിൽ, അത് നീ വിശ്വസിക്കുന്നുവെങ്കിൽ, ഇന്ന് നിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗത്തെ സൗഖ്യമാക്കാൻ ഞാൻ മതിയായവനെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ, ഇത് അടുത്തൊരു മേഖല നിനക്ക് വേണ്ടി ഓപ്പൺ ആകുന്നു.